ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ജാർ കേക്കാണ്. അപ്പോൾ ജാർ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സ്പഞ്ച് കേക്കാണ്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബ്രൗൺ കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒന്ന് അരിച്ച് ചേർക്കുന്നുണ്ട്. അരിച്ച് ചേർക്കുമ്പോൾ നമ്മൾ കൊക്കോ പൗഡറിന് കട്ട പിടിച്ചൊന്നും ഉണ്ടാവില്ല, അപ്പോൾ കേക്ക് നന്നായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അരിച്ച് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ജാറിന് ആ വായ ഭാഗം വെച്ചിട്ട് ഒന്ന് കേക്കിനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഫെറാരോൻ്റെ ജാർ കേക്ക് ആയതുകൊണ്ട് കുറച്ച് ഫെറാരോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 ഫെറാരോനെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വിപ്പിംഗ് ക്രീമിലിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും വേണം. ഇനി ജാർ എടുക്കുക, ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള സ്പഞ്ച് കേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ കൈക്കിൽ ജാറിൻ്റെ അകത്ത് ഒന്നും മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് ചില്ലിൻ്റെ ഗ്ലാസ് വെച്ചിട്ടും ഇത് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ നോസിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫെറാരോ പൊടിച്ച അല്ലാത്ത വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഫെറാരോ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ജാർ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി വലിയ മോൾഡ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്പഞ്ച് കേക്ക് ഇട്ട് കൊടുക്കുക, ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്യുക, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാർ കേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഓരോ കൂട്ടും മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഏത് ചോക്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജാർ കേക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്